ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ടെറസ് കിച്ചണിലെത്തിയിരിക്കുകയാണ് നാളുകൾക്ക് ശേഷം. നിങ്ങൾക്കൊരു സന്തോഷം തോന്നുന്നില്ലേ? കുറച്ച് ദിവസമായിട്ട് നമ്മുടെ കൊച്ചടുക്കളയിലാണ്, ഇടയ്ക്ക് നമ്മുടെ ടെറസ് കിച്ചണിലും വരണമല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ചൂടുകാലം എന്ന് പറഞ്ഞാൽ ഇപ്പം നേരത്തെ തുടങ്ങി. സാധാരണ ഒരു മാർച്ച് ഫെബ്രുവരി കഴിഞ്ഞ് മാർച്ചൊക്കെ ആകുമ്പോൾ അല്ലേ വരുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല, എല്ലാ സ്ഥലത്തെയും ടെമ്പറേച്ചർ മാറിയിട്ടുണ്ട്, ഭയങ്കര ചൂട് തുടങ്ങിയിട്ടുണ്ട്. പകലൊക്കെ നല്ല ചൂടാണ്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ വളരെ സൂക്ഷിക്കണം. ഇനി പീക്ക് സമ്മറിലേക്കൊക്കെ പോകുമ്പോൾ, ദാറ്റ് ഈസ് മാർച്ച്, ഏപ്രിൽ ആൻഡ് മെയ്, വളരെ അധികം ഹൈഡ്രേറ്റ് ചെയ്ത് വയ്ക്കുക സ്വയം. അതായത് ധാരാളം പാനീയങ്ങൾ കുടിക്കുക, തണുത്ത ഭക്ഷണം കൂടുതൽ കഴിക്കാനായിട്ട് ശ്രമിക്കുക. തണുപ്പ് മീൻസ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചല്ല, കൂളിംഗ് പ്രോപ്പർട്ടീസ് ഉള്ള കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഫ്രൂട്ട്സ്, ധാരാളം ഫ്രൂട്ട്സ് കഴിക്കുക. അതുപോലെ വെള്ളരിക്ക പോലെയുള്ള കാര്യങ്ങൾ, തണ്ണിമത്തൻ പോലെയുള്ള കാര്യങ്ങൾ, ഇതൊക്കെ നമ്മുടെ ഡയറ്റിൽ കൂട്ടുക. ഓക്കെ, ഒരുപാട് സ്പൈസി മസാല ഐറ്റംസ് കുറയ്ക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ ഫ്രൂട്ട് ഡയറ്റ് വളരെ നല്ലതായിരിക്കും. ധാരാളം വാട്ടർ കണ്ടൻറ്റ് അകത്ത് പോകണം നല്ലതാണ്. പ്ലെയിൻ വാട്ടർ കുടിച്ചാലും മതി, കരിക്കിൻ്റെ വെള്ളം കുടിക്കാം, പിന്നെന്താ പറയുക, നമ്മുടെ കരിങ്ങാലി വെള്ളം, അങ്ങനത്തെ കാര്യങ്ങൾ കുടിക്കാം. ഞെരിഞ്ഞിലിട്ട വെള്ളം കുടിക്കാം. പിന്നെന്താ, മല്ലി ചതച്ചിട്ടിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാം. തണുപ്പിച്ചിട്ട് കുടിച്ചോളൂ. പിന്നെ അതുപോലെ നമ്മുടെ രാമച്ചം ഇട്ട് വെച്ച, കൂജയിലിട്ട് വെച്ച വെള്ളമാണെങ്കിൽ അത് നല്ല കൂളായിരിക്കും, അത് കുടിക്കാൻ നല്ലതാണ്. ഇങ്ങനെ നിങ്ങൾ സ്വയം രക്ഷ എടുത്താലേ പറ്റുള്ളൂ. പിന്നെന്താ പറയുക, കുളിക്കുന്ന കാര്യം 2 നേരം കുളിക്കാനായിട്ട് ശ്രമിക്കുക. തല കുളിക്കുന്നത് 1 നേരമാണെങ്കിലും മേല് കഴുകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പേഴ്സണൽ ഹൈജീൻ. അപ്പോൾ എന്തായാലും വേർക്കും. നമ്മുടെ നാട്ടിലെ ചൂടെന്ന് പറഞ്ഞാൽ നന്നായിട്ട് വേർക്കും, അങ്ങനെ ഒരു ഗുണമുണ്ട്. വേർത്ത് പോകുന്നത് നല്ലത് തന്നെയാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യം. അപ്പോൾ നമ്മുടെ കിച്ചണിൽ നമ്മൾ പല കാര്യങ്ങളും ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഒരു അടിപൊളി ഫ്രൂട്ട് സർബത്ത് ഉണ്ടാക്കാൻ വിചാരിച്ചു. അതിലാകുമ്പോൾ ഫ്രൂട്ട്സിൻ്റെ ഒരു അതിപ്രസരം ഉണ്ടാകും. അങ്ങനെ ഒരു ഫ്രൂട്ട് സർബത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഡെയിലി കഴിച്ചാൽ വളരെ നല്ലതായിരിക്കും. എന്നും കഴിക്കാൻ പറ്റിയില്ലെങ്കിലും ആഴ്ചയിൽ 2-3 ദിവസമെങ്കിലും കഴിക്കാമല്ലോ. പിന്നെ പല ടൈപ്പ് ഓഫ് ഷേക്സ്, പിന്നെ മോക്ടെയിൽസ്, ഇങ്ങനത്തെയൊക്കെ ഉണ്ടാക്കി കഴിച്ചോളൂ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങനത്തെ റെസിപ്പീസും കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ ഇത് ഫ്രൂട്ട് സർബത്താണ്. അതിനാവശ്യമുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആപ്പിളുണ്ട്, പിന്നെന്താ മാമ്പഴമുണ്ട്, പിന്നെ മാതളമുണ്ട്, പഴം രസകദളി പഴമാണ്. അതിന് പൂജാകദളി എന്ന് പറയും ചില സ്ഥലങ്ങളിൽ, രസകദളി. അത് 2 ടൈപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ രസകദളിക്ക് പകരം വേണമെങ്കിൽ പാളയംകോടൻ പഴവും ഉപയോഗിക്കാം കേട്ടോ. അത് ഇച്ചിരി ഒരു പുളി ഉണ്ടാവും. എനിക്കതിഷ്ടമാണ്, അത് ഇഷ്ടമുള്ളവർക്ക് അതും ചെയ്യാം. പിന്നെ കപ്പലണ്ടി, കുറച്ച് പ്രോട്ടീൻ ഇരിക്കട്ടെ. പിന്നെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി, നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ കുറച്ച് കളർഫുൾ ആക്കാൻ. ഇതിപ്പോൾ കാണാനും കഴിക്കാൻ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അവർക്കൊരു കളർഫുൾ. പക്ഷേ നോർമൽ കേസിൽ നമുക്ക് ടൂട്ടി ഫ്രൂട്ടിയുടെ ആവശ്യമില്ല എന്ന് തന്നെ പറയാം വേണമെങ്കിൽ. കാര്യം അത് പച്ചപ്പപ്പായ കളർ ചെയ്ത് കുറച്ച് വിളയിച്ച് ഉണക്കുന്നതാണല്ലോ. പിന്നെ ഡേറ്റ്സ് വെച്ചിട്ടുണ്ട് കുറച്ച്. ഇത് തന്നെയാണ് മെയിൻ. കുറച്ച് ഷുഗറുണ്ട്, ഷുഗറിൻ്റെയൊക്കെ അളവ് വേണമെങ്കിൽ കുറയ്ക്കാം. ഷുഗറിന് പകരം നിങ്ങൾക്ക് തേൻ ഉപയോഗിക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ കുറച്ച് നറുനീണ്ടി സിറപ്പ്, അതും കൂടി ആകുമ്പോൾ പെർഫെക്റ്റ് കോമ്പിനേഷൻ. കുറച്ച് ഐസ് ക്യൂബ്സ്, ഐസ് വാട്ടർ, തുടങ്ങിയാലോ. എല്ലാം സെറ്റാണ് കേട്ടോ. ഇതാണ് നമ്മുടെ നറുനീണ്ടി സർബത്തിന് വേണ്ട സിറപ്പ്. നറുനീണ്ടി സിറപ്പാണ്. അപ്പോൾ ഫ്രൂട്ട് സർബത്ത് ഉണ്ടാക്കുന്നത് വളരെ വളരെ സിമ്പിളാണ്. ഇത് മിക്സ്ഡ് ഫ്രൂട്ട് സർബത്ത്. അതായത് ഞാനിപ്പോൾ രസകദളി അഥവാ പൂജാകദളി നല്ല പഴുത്ത പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 6 എണ്ണം എടുത്തു. അതിനെ ഒന്ന് നന്നായിട്ട് ഉടയ്ക്കണം. പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ കാണിച്ചു തരാം. ആപ്പിൾ ഒരു പകുതിയോളം എടുത്തിട്ടുണ്ട്. പിന്നെ മാതളം 1 എണ്ണം ഇളക്കി വെച്ചു. ടൂട്ടി ഫ്രൂട്ടി വെച്ചിട്ടുണ്ട്. കപ്പലണ്ടി കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്, തോടൊക്കെ കളഞ്ഞത്. പിന്നെ ഇത് ഒരു 4 രസകദളി പഴം ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ മാമ്പഴം, ഇത് 1 എണ്ണത്തിൻ്റെ ആവശ്യമില്ല, ഹാഫ് മതി, പക്ഷേ ഞാൻ ഫുൾ അരിഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ കുറച്ച് ഷുഗർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ തേനല്ല ഷുഗറാണ് ചേർക്കുന്നത്. പിന്നെ മാത്രമല്ല നറുനീണ്ടി സിറപ്പിന് കുറച്ച് മധുരം ഉണ്ടല്ലോ, ആ മധുരവും കൂടെ ബാലൻസ് ചെയ്തിട്ട് പഞ്ചസാര ചേർത്താൽ മതി. ഓക്കെ, ഇനി കുറച്ച് ഐസ് ക്യൂബ് ലാസ്റ്റ് എടുക്കാം, ഐസ് വാട്ടറും. ഇനി ഇതൊന്ന് ഉടച്ചെടുക്കാം, ഒരു മാഷ് ചെയ്തെടുക്കുക. മിക്സിയിൽ വേണമെങ്കിൽ അടിച്ചെടുക്കാം. അപ്പോൾ അത് ഭയങ്കര പേസ്റ്റി ആവും. അല്ലാണ്ട് നമുക്കിങ്ങനെ ചെയ്യാൻ നോക്കാം. ഒരു ഫോർക്ക് വെച്ചിട്ടാണിത് ഇങ്ങനെ പ്രസ് ചെയ്ത് നമ്മളൊന്ന് മാഷ് ചെയ്യാൻ പോകണം. ഓക്കെ, ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഉടച്ച് വരുന്നേ ഈസിയാണ്. ഫോർക്ക് വെച്ച് തന്നെ ചെയ്യാൻ പറ്റും, നന്നായിട്ട് ഉടഞ്ഞ് കിട്ടും. എനിക്ക് ആക്ച്വലി ഈ പഴത്തിനെക്കാട്ടിലും ഇഷ്ടം പാളയംകോടൻ പഴമാണ്. ഞാൻ പറഞ്ഞിട്ടില്ലേ, കുറച്ച് പുളിയുള്ള പഴമല്ലേ, അത് കുറേ കൂടി ടേസ്റ്റി ആയിട്ട് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. പക്ഷേ ഒരുപാട് പേർക്ക് ഇഷ്ടം പൂജാകദളി അല്ലെങ്കിൽ ഈ രസകദളിയാണ്, മധുരമാണ്. പഴം നന്നായിട്ട് ഉടച്ചെടുത്ത് കഴിഞ്ഞു. ഇത് മാത്രമേ ഉള്ളൂ നമ്മുടെ കൈ കൊണ്ട് ചെയ്യേണ്ട കുറച്ച് ടൈമൊന്നും എടുക്കില്ല, എന്നാലും ഞാൻ പറയുന്ന ഒരു ഫിസിക്കൽ അധ്വാനം വേണ്ട ഒരു കാര്യം ഇത് മാത്രമേ ഉള്ളൂ.
ബാക്കിയെല്ലാം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞൊക്കെ അല്ലേ വെക്കുന്നത്, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇതെല്ലാം കുറച്ച് കൂടുതലായിട്ട് അരിഞ്ഞ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ആവശ്യാനുസരണം 1-2 ദിവസം അടുപ്പിച്ച് നമുക്ക് ചെയ്ത് കഴിക്കാൻ പറ്റും. ഒറ്റ ദിവസം കൊണ്ട് തീർക്കണമെന്നില്ല. നന്നായിട്ട് ക്ലിംഗ് ഫിലിം കൊണ്ട് റാപ്പ് ചെയ്ത് എല്ലാം ചെറിയ കണ്ടെയ്നേഴ്സ് അല്ലെങ്കിൽ അടപ്പുള്ള നല്ല കണ്ടെയ്നേഴ്സിലാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. എപ്പോൾ വേണമെങ്കിലും പഴം ഉടയ്ക്കുന്ന മാത്രം ഇൻസ്റ്റൻ്റായിട്ട് ചെയ്യുക, ഫ്രഷായിട്ട്. ബാക്കി അരിഞ്ഞ് വെക്കുന്നതൊക്കെ ഇരുന്നാലും കുഴപ്പമില്ല. ഈ പഴം പക്ഷേ സമയത്ത് അരിഞ്ഞാൽ മതി, ബാക്കിയുള്ളതൊന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല. 2 വലിയ ഗ്ലാസ് എടുക്കുന്നു, ഗ്ലാസ് ജാർ എടുക്കുന്നു. ഇനി ഐസ് ക്യൂബും കൂടി എടുക്കാം. അതൊരു ബൗളിലേക്ക് മാറ്റാം. ആദ്യം നമ്മൾ ഐസ് ക്യൂബ്സാണ് അത് ഇടേണ്ടത്. ഇനി ഇതിലേക്ക് ഫ്രൂട്ട്സ് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഇത് മിക്സ്ഡ് ഫ്രൂട്ടാണല്ലോ, അപ്പോൾ നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാൽ മതി. മാതളം ഇട്ടു. ഇനി കുറച്ച് ആപ്പിൾ പീസസ്, ഇനി കുറച്ച് മാംഗോ, മാമ്പഴം, ഇനി ഇച്ചിരി ഡേറ്റ്സ് ഇടാം. ഡേറ്റ്സ് ചോപ്പ് ചെയ്ത് വെച്ചത്. ഇനി കുറച്ച് കപ്പലണ്ടി, ഇനി ഇച്ചിരി ടൂട്ടി ഫ്രൂട്ടി. ഇത് ഓപ്ഷണലാണ് കേട്ടോ, നിർബന്ധമില്ല. മൾട്ടി കളർ, 3 കളറാണിത്. നറുന്ന് വേണ്ടി സിറപ്പ് ഒഴിക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ. പഴം അരിഞ്ഞ് വെച്ചതിൻ്റെ പീസസും കൂടി ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ഈ ഒരു എടുത്തു വെച്ചിരിക്കുന്ന അളവിൽ ഒരുപാട് ഫില്ല് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ 2 ഗ്ലാസ് ഞാൻ കാണിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് പഴം ഉടച്ചത്, സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആകണം. അപ്പോഴാണിത് മിക്സ്ഡ് സർബത്തായി മാറുന്നത്. ഈ ഐസൊക്കെ മുകളിലേക്ക് വരും. എല്ലാം കൂടി ചേർന്നിട്ട് ഒരു കുറച്ചുകൂടി കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ ഇതിൽ കുറച്ച് സ്ഥലവും വന്നു. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് ചേർക്കാൻ പറ്റും. ഇച്ചിരിയുടെ ആപ്പിൾ ചേർക്കാം, ഇച്ചിരിയുടെ മാതളം ചേർക്കാം, ഇച്ചിരിയുടെ മാമ്പഴം ചേർക്കാം. ഇങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് എക്സ്ട്രാ ചേർത്ത് കൊടുത്തുകൊണ്ടേയിരിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ചേർക്കാം. അപ്പോൾ നറുനേണ്ടിയുടെ മധുരം മനസ്സിൽ കാണുക, എന്നിട്ട് ചേർത്താൽ മതി. ഇതിപ്പോൾ ഞാനൊരു 1.5 ടീസ്പൂൺ ചേർത്തു. കണ്ടില്ലേ, എല്ലാം കൂടി നല്ല ഒരു മിക്സ്ഡ് ഫ്രൂട്ട് സർബത്തായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. അപ്പോൾ ഐസ് ക്യൂബൊക്കെ ഇതിനകത്തേക്കെല്ലാം മിക്സായി നല്ല തണുത്ത സർബത്തായിക്കൊണ്ടിരിക്കും. നമ്മുടെ പഴം ഉടച്ചത് കുറച്ചുകൂടി ചേർക്കണം. സ്പേസ് ഉണ്ട് ഈ ഗ്ലാസ്സിൽ, അപ്പോൾ ഞാൻ അതനുസരിച്ചിട്ട് വീണ്ടും ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. ബ്യൂട്ടിഫുൾ ആൻഡ് ടേസ്റ്റി യമ്മി മിക്സ്ഡ് ഫ്രൂട്ട് സർബത്ത് ഈസ് ഗെറ്റിംഗ് റെഡി. കുറച്ചുകൂടി മാതളം ഇട്ട് കൊടുക്കാം, കുറച്ചുകൂടി കളർഫുള്ളാകും. ടൂട്ടി ഫ്രൂട്ടിയും നമുക്ക് എക്സ്ട്രാ ചേർക്കാം. ഇതെല്ലാം കളർഫുള്ളാക്കാനുള്ള പരിപാടികളാണ്. അപ്പോൾ ആദ്യത്തെ സെറ്റ് റെഡി. ഇനി രണ്ടാമത്തേത് ഇതേപോലെ തന്നെ ആദ്യം നമുക്കൊന്ന് ഉടച്ചിട്ട് പിന്നെ എക്സ്ട്രാ ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം. ഇതിലേക്കും പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ തന്നെയാണ് ഇതിനും ചേർക്കുന്നത്. ഇതിലേക്ക് ഇനിയും കുറച്ചുകൂടെ ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം. ആപ്പിൾ, മാമ്പഴം, മാതളം, പിന്നെ കുറച്ച് ഡേറ്റ്സ് എക്സ്ട്രാ, കുറച്ചുകൂടി ഡേറ്റ്സ് ഇടാം.
ആ ഉടച്ച പഴവും എല്ലാം കൂടി ചേർന്നിട്ട് നല്ലതായിട്ട് മിക്സായി വരും. ഇനി ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം ഐസ് വാട്ടറും കൂടി ചേർത്ത് വേണമെങ്കിലും മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് കംപ്ലീറ്റ് ഫ്രൂട്ട്സും ആ ഐസ് ക്യൂബിൻ്റെ വെള്ളം അത് അലിഞ്ഞിട്ടുള്ള ഇത് മാത്രമാണ് ഇപ്പോൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതാണെങ്കിൽ ഒരല്പം നമുക്ക് വെള്ളവും കൂടി വേണമെങ്കിലും ചേർക്കാം. ഐസ് വാട്ടർ വെള്ളം ചേർക്കുമ്പോൾ എപ്പോഴും ഐസ് വാട്ടർ തന്നെ ചേർക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കും. ഇതിപ്പോൾ എൻ്റെ ഐസ് ക്യൂബ്സ് കുറച്ച് കൂടുതൽ ഞാൻ ചേർത്തതുകൊണ്ട് കുറച്ച് കൂടുതൽ വെള്ളം ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് അതിൽ നിന്ന്. ഒരല്പം ഐസ് വാട്ടർ വേണമെങ്കിൽ ചേർക്കാം. ഇതിനകത്ത് ആക്ച്വലി കുറേ വെള്ളമുണ്ട്, ഐസ് അലിഞ്ഞിട്ടേ, അതുകൊണ്ട് വലുതായിട്ട് ഐസ് വാട്ടറിൻ്റെ ആവശ്യം വരുന്നില്ല. ബട്ട് സ്റ്റിൽ നല്ല കുറുകിയ ബ്യൂട്ടിഫുൾ ടേസ്റ്റി ഫ്രൂട്ട് സർബത്ത് ഇസ് ഓൾമോസ്റ്റ് റെഡി എന്ന് തന്നെ പറയാം. അങ്ങനെ നമ്മുടെ ഫ്രൂട്ട് സർബത്ത് മിക്സിങ് ഈസ് ഓവർ. ബ്യൂട്ടിഫുൾ. പക്ഷേ ഇനി ഇതിനെ കുറച്ചുകൂടി നമ്മൾ ബ്യൂട്ടിഫുൾ ആക്കും. എങ്ങനെയാണെന്നറിയോ? ഇതിൻ്റെ മുകളിൽ കുറച്ച് ടോപ്പിങ്, ഇപ്പം നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും മുകളിൽ കുറച്ചായിട്ട് ഇടണം. അതായത് ഇത് നോക്കിക്കോളൂ, കുറച്ച് പഴം, കുറച്ച് മാമ്പഴം, അങ്ങനെ അതെ, കുറച്ച് പഴം നുറുക്കിയത്, പിന്നെ അതുപോലെ മാംഗോ പീസസ്, ആപ്പിളിൻ്റെ പീസസ്, മാതളം, പിന്നെ കുറച്ച് ഡേറ്റ്സിൻ്റെ പീസ്, ഇച്ചിരി കപ്പലണ്ടി. അതായത് ഇതിനകത്ത് എന്തൊക്കെയാണോ നമ്മൾ ചേർത്ത് അതെല്ലാം മുകളിൽ വരണം. ആൻഡ് ടൂട്ടി ഫ്രൂട്ടി, അതാണ് ഏറ്റവും കളർഫുൾ ആകുന്ന ഒരു ഭാഗം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ വെച്ച് കഴിയുമ്പോൾ ഇത് സിംബോളിക്കായിട്ട് ഇത് ഇത്രയും കാര്യങ്ങളാണല്ലോ അകത്തും ഉള്ളത്. ഇനി അതേപോലെ സെക്കൻഡ് വൺ, ആഹാ ബ്യൂട്ടിഫുൾ, എല്ലാം അടിപൊളിയായി. അങ്ങനെ യമ്മി ഫ്രൂട്ട് സർബത്ത്, മിക്സ്ഡ് ഫ്രൂട്ട് സർബത്ത് ഇസ് റെഡി. നല്ല ചിൽഡാണ്. ഈ ഐസ് ക്യൂബൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തപ്പോൾ ശരിക്കും നല്ല തണുപ്പാട്ടോ. ഭയങ്കര സുഖമായിട്ട് കഴിക്കാം. ഞാൻ കഴിച്ച് കാണിച്ചു തരാം. 2 ഫോട്ടോസ് എടുത്തോട്ടെ, എന്നിട്ട് ഞാൻ കഴിച്ച് കാണിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സും ബാക്കി കാര്യങ്ങളും എല്ലാം കുറച്ച് കൂടുതലുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ബാക്കിയുണ്ട്. അപ്പോൾ നമ്മളത് വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കൊരു ബൗളിൽ അത് സെറ്റ് ചെയ്യാം. ഓക്കെ, എന്താ ചെയ്യാൻ പോണേ നോക്കിക്കോളൂ. ഐസ് ക്യൂബ്സ്, ഇട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാ ഫ്രൂട്ട്സും അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. പഴം, മാമ്പഴം, ആപ്പിൾ, മാതളം, കപ്പലണ്ടി, കുറച്ച് നറുനീണ്ടി സിറപ്പ്, കുറച്ച് ഡേറ്റ്സ്. ഇനി നല്ലൊരു മിക്സിങ് കൊടുക്കാം. കുറച്ച് ടൂട്ടി ഫ്രൂട്ടീസ്, മാഷ് ചെയ്ത പഴം, കുറച്ച് ഐസ് അലിഞ്ഞ വെള്ളമുണ്ട് ഇവിടെ, അതും കൂടി ചേർക്കാം. കുറച്ച് ഷുഗർ, ഐസ് വാട്ടർ. നല്ലതായിട്ട് മിക്സായി സെറ്റായി ആയിക്കൊണ്ടേയിരിക്കുന്നു. നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് പുറത്തേക്ക് വരുന്നത്. ആ നറുനീണ്ടി സിറപ്പ് എല്ലാ ഭാഗത്തേക്കും എത്തണം. എല്ലാ ഫ്രൂട്ട്സിൻ്റെ ഫ്ലേവറും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര പൂരിതമാകണം. മധുരമൊക്കെ സിങ്കാകണം. പിന്നെ എന്താ പറയുക, പിന്നെ ഐസും ഐസ് ക്യൂബും ഐസ് വാട്ടറും എല്ലാം കൂടി നന്നായിട്ട് വന്ന ചിൽഡായിട്ടുള്ളൊരു ഫീലിംഗ് കിട്ടണം. യെസ്, മിക്സിങ് ഇസ് ഓവർ. ഇത് നമ്മുടെ ഫ്രൂട്ട് ബൗൾ പോലെ, ഇത് മിക്സ്ഡ് ഫ്രൂട്ട് സർബത്ത് ബൗൾ എന്ന് തന്നെ പറയാം. ഓക്കെ,
വീണ്ടും കുറച്ചുകൂടി ഐസ് വാട്ടർ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ ഗ്ലാസ്സിൽ കൊടുക്കുമ്പോൾ ഇങ്ങനെ, ഇതിപ്പോൾ എനിക്കിപ്പോൾ തോന്നിയൊരു ബുദ്ധിയിൽ ഞാൻ ഇമ്പ്രവൈസ് ചെയ്താണ്. നമ്മളൊന്നും വേസ്റ്റ് ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ ഇതൊരു ബൗളും കൂടി നമുക്ക് കിട്ടും ഫുള്ളായിട്ട്. ഇനി നമ്മൾ ടോപ്പ് ചെയ്യാൻ പോകണു കാര്യങ്ങൾ വെച്ചിട്ട്. പഴം അരിഞ്ഞത്, ഏതെങ്കിലും ഒരു ഫ്രൂട്ട് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ ആ ഫ്രൂട്ട് കൂടുതലായിട്ട് വേണമെങ്കിലും ഇടാം. പക്ഷെ പഴം ആക്ച്വലി ഒരുപാട് ഇടണം, അതാണ് അതിൻ്റെ ഒരു ഫ്ലേവർ തരുന്നത്. കപ്ലൻഡീസ്, ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഡേറ്റ്സ് ഇടാം. മാതളം ആൻഡ് ദ ടൂട്ടി ഫ്രൂട്ടീസ്. So it has become a beautiful fruit sarbat bowl. അപ്പോൾ നമ്മുടെ ഒരു പൈനാപ്പിൾ ബൗളിൽ തന്നെ ഞാനിത് സെറ്റ് ചെയ്തു. അടിപൊളി, ഒരു രക്ഷയില്ല. കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അല്ലേ. ഇനി കഴിക്കാം. ഓക്കെ, ഇതിൽ നിന്ന് എടുക്കണോ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിൽ നിന്ന് തന്നെ എടുക്കാം. കഴിക്കാൻ പോണു. Yummy. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്തോളൂ കേട്ടോ. എന്തായാലും പൊതുവേ ഫ്രൂട്ട്സിനെല്ലാം മധുരമുണ്ട്. ഇനി പഞ്ചസാര ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. നറുനീണ്ടി സിറപ്പിന് മധുരമുണ്ട്, പഴത്തിന് മധുരമുണ്ട്, എല്ലാം മധുരമുള്ള ഫ്രൂട്ട്സാണ്. അപ്പോൾ അതുകൊണ്ട് നോക്കിയിട്ട് ചേർത്താൽ മതി. ഇത് അത്യാവശ്യം നല്ല സ്വീറ്റാണ്. ആഹാ, കഴിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഈ ചൂട് സമയത്ത് ഈ ഹീറ്റിനെ ബീറ്റ് ചെയ്യാനായിട്ട് ഇതിൽ കഴിഞ്ഞ് വേറെ ഒന്നുമില്ല. ഇത് വെരി ന്യൂട്രിറ്റീവ്. അതിൽ ഷുഗർ പാർട്ട് മാറ്റിക്കഴിഞ്ഞാൽ അത് 100% നമുക്ക് ആരോഗ്യത്തിന് ഏറ്റവും നല്ല കാര്യമാണ്. എല്ലാം ഫ്രൂട്ട്സാണ്. മധുരം പഞ്ചസാര ഇടുന്നത് വേണ്ട, മാറ്റി വയ്ക്കാം അങ്ങനെയാണെങ്കിൽ. അത്രേ ഉള്ളൂ. ഞാൻ പിന്നെ ഇട്ടുന്നേ ഉള്ളൂ. ഡേറ്റ്സിന് മധുരമുണ്ട്, എല്ലാം മധുരമുള്ള കാര്യങ്ങളല്ലേ. ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ പിന്നെ വേറെ ഒന്നും വേണ്ടി വരില്ല. പെർഫെക്റ്റ്. ഒരു നേരത്തെ ഫുഡ് പോലെ നമുക്ക് വിചാരിക്കാം. പിന്നെ ടൂട്ടി ഫ്രൂട്ടി ജസ്റ്റ് സൗന്ദര്യത്തിനും അലങ്കാരത്തിനും വേണ്ടിയാണ്, ടേസ്റ്റിന് വേണ്ടിയല്ല. അത് ജസ്റ്റ് ഒരു പപ്പായ തിങ്സ്, അത് വലിയ സംഭവമല്ല. പക്ഷെ കാണാനൊരു അട്രാക്ഷൻ, ആൾക്കാർക്ക് കൊടുക്കുമ്പോഴോ നമ്മളത് പ്രിപ്പയർ ചെയ്യുമ്പോഴോ ഫോട്ടോസ് എടുക്കാനൊക്കെ നല്ലതല്ലേ, അതുകൊണ്ട് മാത്രമാണ്. പൈനാപ്പിൾ ചേർക്കണ്ട. ഓക്കെ, പൈനാപ്പിൾ അഥവാ ചേർക്കുകയാണെങ്കിലും ഒന്ന് വേവിച്ചിട്ട് ഒരു ഹാഫ് കുക്ക്ഡാക്കിയിട്ടേ ചേർക്കാവുള്ളൂ, അല്ലെങ്കിൽ കയ്പ്പ് രസം വരും. പിന്നെ ഇതിൽ നല്ല മധുരമുള്ള ഗ്രേപ്സ് ആണെങ്കിൽ ചേർക്കാം കേട്ടോ, സീഡ്ലെസ് അരിഞ്ഞ് ചേർക്കാം. പിന്നെന്താ, ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് വെച്ചിട്ട് കോമ്പിനേഷൻ മാറ്റിയും ചെയ്യാം. പക്ഷേ പഴം ഒഴിവാക്കരുത്. പഴമാണ് ഇതിനെ ഹോൾഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻറ്റ്. അതിങ്ങനെ ഉടച്ച് ചേർക്കുന്നത് കൊണ്ടാണ് ഇതിങ്ങനെ ഹോൾഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഇത് കുറച്ചുകൂടി ലൂസാക്കാൻ വേണമെങ്കിൽ ഇച്ചിരി കൂടെ ഐസ് വാട്ടർ ചേർത്ത് അതിനനുസരിച്ച് ചെയ്താൽ. അപ്പോൾ ഈ ക്വാണ്ടിറ്റിയിൽ ഇപ്പോൾ ഞാൻ ചെയ്ത അളവിലാണെങ്കിൽ ഏകദേശം ഒരു ഇതുപോലത്തെ 4 കപ്പിന് വരും. ഇനി അത് 6 കപ്പ് ആക്കണമെന്നുണ്ടെങ്കിലും ബുദ്ധിമുട്ടൊന്നുമില്ല, ഇച്ചിരി കൂടെ ഐസ് വാട്ടർ ചേർത്താൽ മതി. അപ്പോൾ കുറച്ചുകൂടി സെമി ലൂസായിട്ട് 4 എന്നുള്ളത് നമുക്ക് 6 കപ്പിനും നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കുറച്ച് ലാഭത്തിന് നമുക്ക് ചെയ്യാം. അപ്പോൾ ഒരു ബിസിനസ്സിന് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. നമ്മളിപ്പോൾ സ്വന്തം ആവശ്യത്തിന് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാറില്ലല്ലോ, അതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഈ സമ്മറിന് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കുടിക്കുക. വളരെ നല്ലതാണ് ഹെൽത്തിനും സൗന്ദര്യത്തിനും ആരോഗ്യത്തിനും ഒക്കെ. ഈ ചൂട് കാലത്തിനെ അതിജീവിക്കാൻ ഒരു എളുപ്പപ്പണിയാണിത്. ഓക്കെ, അപ്പോൾ ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് തരാൻ മറക്കണ്ട. ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.